KFC-ലോട്ട് പണിക്കോണാണ്. രാവിലെ തന്നെയാണ് ബസ് കിട്ടിയില്ല, ഓടിയിട്ടാ കിട്ടിയത്. ചത്ത് രാവിലെ തന്നെ. രാവിലെ 6 മണിയുടെ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് ഓടിയാണ് ബസ് കിട്ടിയത്. ഷാഫിക്ക് റെഡി ആയിരുന്നു. ഇന്ന് കുറെ സാധനങ്ങളുണ്ട്, ലോഡിയിലാണ് പണിയിലിട്ടേക്കണം. ചത്ത് കുറെ നാൾക്ക് ശേഷം പണിയെടുത്തോണ്ടാ തോന്നുന്നു. ചത്ത് കുറെ നാളായല്ല ശരീരം നീങ്ങിയിട്ട്, അതിന്റെ ആയിരിക്കും തോന്നുന്നു. പണിയെടുക്കാനൊന്നും പറ്റണല്ല. ഇത്രയും സാധനങ്ങള് അത്രയും സ്റ്റെപ്പ് കയറി ഇറങ്ങി അടി കൊണ്ടേ വെക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ജോലി. സത്യം പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റണല്ല. വണ്ണം വെച്ച് നാട്ടിൽ പോയി വന്നപ്പോഴേക്കും അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതിന്റെ കാണാനുണ്ട്. എല്ലാ സാധനങ്ങളും അടിയിലെത്തിച്ചിട്ടുണ്ട്. ഇനി റൂമിൽ അടക്കി ഒതുക്കി വെക്കണം. അത് കഴിഞ്ഞ് ഈ എല്ലാത്തിന്റെയും ഡേറ്റ് സെറ്റ് ചെയ്ത് എഴുതി വെക്കണം. പണി കഴിഞ്ഞ് കഴിച്ചു. ഇനി ക്ലാസ് ഉണ്ട്. ക്ലാസ് അതിന് മുമ്പ് ഒരു ഫോൺ അടിക്കാന്ന് ചോദിച്ചു. അവലെ തന്നെ സീറ്റ് വല്ലതും ഉണ്ടാവുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് സീറ്റ് ഉണ്ട്. ഫോണിയും അടിച്ച് നേരെ വീട്ടിൽ പോയി കുളിച്ച് ക്ലാസ്സിൽ പോകാനുള്ള സമയമുള്ളൂ. ക്ലാസ്സിൽ പോകണം. 2 മണിക്കാണ് പരീക്ഷ. ഇത്തിരി വൈകിട്ടുണ്ട്. ഞാൻ ഓടട്ടെ. ക്ലാസ് വൈകി 2 മണിയുള്ള ക്ലാസ്സിന് 2:15 നമുക്ക് കയറി നോക്കാം. മാർത്തോട്ട് മര്യാദ ക്ലാസ് കൂടണമെന്ന് വിചാരിച്ച് പോയി ഞാൻ. അവിടെയും എനിക്കൊരു സർപ്രൈസ്. ഒരു വിഷയം 1 കൊല്ലം പോയി. ഈ വിഷയം ഇനി അടുത്ത കൊല്ലം എഴുതാൻ പറ്റുള്ളൂ. കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ വന്നത്. അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് ഇത് നിന്റെ 3ാമത്തെ ക്ലാസ് ആണെന്ന്. ഞാൻ പറഞ്ഞല്ല, ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. 2 ക്ലാസ് മിസ്സായി. നാട്ടിൽ പോയോണ്ട് 2 ക്ലാസ് മിസ്സായി പോയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ബൈ ബൈ പൊക്കോളാൻ പറഞ്ഞു. അടുത്ത കൊല്ലം ഈ വിഷയത്തിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. മസ്റ്റായിട്ട് എല്ലാ ക്ലാസ്സും കൂടിയാലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. എവിടെ പോയാലും മൂഞ്ചിലാണ്. പഠിക്കണമെന്ന് വിചാരിച്ചാലും ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചാലും മൂഞ്ചിലാണ് ഗൈസ്.